നിങ്ങളൊരു പൃഥ്വിരാജ് ഫാനാണോ? ദെൻ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഖലീഫ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ട പടമാണ് ഖലീഫ. കണ്ടു കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ഞാൻ സോഷ്യൽ മീഡിയ അല്ലാതെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ പൊതുവേ നെഗറ്റീവ് റിവ്യൂസാണ് പടത്തിനെ കുറിച്ചുള്ളത്. പക്ഷേ എനിക്കെന്തോ അത് കണ്ടപ്പം ഡൗട്ടായി, ഇനിയിപ്പോൾ ഞാൻ കണ്ട പടം മാറിപ്പോയോ എന്താണെന്നറിയില്ല. എനിക്ക് ഈ പടം നല്ല ഇഷ്ടപ്പെട്ടു. ഈ പടം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു, ഒന്ന് പൃഥ്വിരാജിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. പുള്ളി സ്ക്രീനിൽ വന്ന് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ആ പേഴ്സണാലിറ്റി ലുക്കൊന്നും ഇപ്പം പൊട്ടിക്കാൻ വേറെ ആരുമില്ല. പിന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല. ജെയ്ക്സ് ബിജോയ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇതിലെ പാട്ടും കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലെ ആക്ഷൻ സീക്വൻസസ്, ഇതെന്ന് പറയുന്നത് ഒരു മാസ് ആക്ഷൻ ഫിലിമാണ്. അപ്പോൾ അതിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊന്നും അല്ല ഉണ്ടാവുക. അതായത് ലോജിക്കിൻ്റെ മുകളിൽ പോകുന്ന രീതിയിലുള്ള ആക്ഷൻസ് ഈ ഫിലിമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പടത്തിൽ ആക്ഷൻ സീക്വൻസസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സെക്ഷൻ ഉണ്ട് ഈ പടത്തിൽ, അതിൽ പൃഥ്വിരാജ് ഒന്നും ഇൻവോൾവ് അല്ല. ഇത് പടം കണ്ടവർക്ക് മനസ്സിലാവും ഏത് സീനാണെന്നുള്ള. ആ സീനിൽ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ഒരു രക്ഷയില്ല. അതൊക്കെയാണ് പടത്തിനെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോയെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിലുള്ള ക്യാമിയോ അപ്പിയറൻസസ്, നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ക്യാമിയോ അപ്പിയറൻസും അതല്ലാതെ പറയാത്ത 2 ക്യാമിയോ അപ്പിയറൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫിലിം വന്നിട്ടുണ്ട്. പൊതുവേ ഇങ്ങനത്തെ ക്യാമിയോ അപ്പിയറൻസസ് വരുന്നത് ഇപ്പോൾ കോമൺ ആയിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ക്യാമിയോ അപ്പിയറൻസസ് ഈ പടത്തിന് ഒന്നും കൂടി എലവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. ആൻഡ് ഫോർ മീ ഇൻ ദിസ് മൂവി ദാറ്റ് ക്യാമിയോ അപ്പിയറൻസസ് ഡിഡ് ദാറ്റ്. ചില പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ ആ അത്രയും വലിയ സൗണ്ടിലും ആ വലിയൊരു സ്ക്രീനിലും കണ്ടാൽ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ടു നോട്ട് മിസ് ഖലീഫ. OTT കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ പടം ഇഷ്ടപ്പെടുമായിരിക്കും, ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ ഈ പടം കാണേണ്ടത് ആ വലിയ സ്ക്രീനിൽ അത്രയും സൗണ്ട് എഫക്റ്റിലും കാര്യങ്ങളിലും തന്നെയാണ്. വാച്ച് ദിസ് ഇൻ ദ തിയേറ്റേഴ്സ്. ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഹേറ്റ് ഇറ്റ്. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഖലീഫ. താങ്ക് യു സോ മച്ച്. ബൈ.